വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 ജൂൺ മാസത്തെ 6ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ ജൂൺ മാസത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ആദ്യത്തേത്, ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം അലിയ CX-300. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം അലിയ CX-300 ആണ്. ഒറ്റ ചാർജിങ്ങിൽ തന്നെ ഈ വിമാനത്തിന് 250 നോട്ടിക്കൽ മൈൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ഓർക്കുക. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം അലിയ CX-300. അടുത്തത്, ശിവഗിരി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നരേന്ദ്രമോദിയാണ്. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നരേന്ദ്രമോദിയാണ്. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് ഇത് നടന്നതെന്ന് ഓർക്കുക. 1925 കണ്ടുമുട്ടിയതെന്നും 2025 100ാം വർഷമാണെന്നും ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ്സ് മൂവ്. 2025 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ്സ് മൂവ്. ജൂൺ 23 ഒളിമ്പിക് ദിനം ആചരിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. ജൂൺ 23 ഒളിമ്പിക് ദിനം ആചരിക്കുന്നത്. 1894 ജൂൺ 23 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നതെന്നുകൂടി ഓർത്തുവെക്കുക. അടുത്തത്, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഇദ്ദേഹം മറികടന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ റെക്കോർഡാണെന്നുകൂടി ഓർക്കുക. നെക്സ്റ്റ്, അടുത്തിടെ മാരകരോഗികൾക്ക് ദയാവധം നിയമവിധേയമാക്കിയത് UK ആണ്. മാരകരോഗികൾക്ക് ദയാവധം നിയമവിധേയമാക്കിയത് യുണൈറ്റഡ് കിങ്ഡം ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ, അടുത്തിടെ സർക്കാർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് തടയുന്ന ബില്ല് അവതരിപ്പിച്ച സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്. സർക്കാർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് തടയുന്ന ബില്ല് അവതരിപ്പിച്ച സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ് ആണെന്ന് ഓർക്കുക. അടുത്തത്, ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് 2025 ജൂൺ 25 ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് 2025 ജൂൺ 25 ആക്സിയം സ്പേസ്, ISRO, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരെല്ലാം സഹകരിച്ചുള്ള ദൗത്യമാണ് ആക്സിയം 4. ആക്സിയം സ്പേസ്, ISRO, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരെല്ലാം സഹകരിച്ചുള്ള ദൗത്യമാണ് ആക്സിയം 4. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല എന്ന് ഓർക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അടുത്തത്, ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലെ ആളുകളെയും രക്ഷിക്കുന്നുണ്ടെന്ന് ഓർത്തുവെക്കുക. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്തതൊരു പുസ്തകമാണ്. അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് ഗോവ ഗവർണറായ PS ശ്രീധരൻപിള്ളയാണ്. അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് ഗോവ ഗവർണറായ PS ശ്രീധരൻപിള്ളയാണ്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് 2025 50 വർഷം പൂർത്തിയാകും എന്നുകൂടി ഓർക്കുക. അടുത്തത്, ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറിൻ്റെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറിൻ്റെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയാണ്. അടുത്തത്, 2025 ജൂണിൽ 150ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റ് നോർമൻ പ്രിച്ചാർഡ്. 2025 ജൂണിൽ 150ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റ് നോർമൻ പ്രിച്ചാർഡാണ്. ഇന്ത്യക്ക് വേണ്ടി ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ വ്യക്തിയാണ് നോർമൻ പ്രിച്ചാർഡ്. 1900 ഒളിമ്പിക്സ് ആണെന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ആണ് ഭൂമി. കേരളത്തിൻ്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ആണ് ഭൂമി. ഈ കോൺക്ലേവിൻ്റെ വേദി തിരുവനന്തപുരം ആണെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ആണ്. അടുത്തതൊരു വേദിയാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡാണ്. നമുക്കറിയാം 1949 നാറ്റോ രൂപം കൊണ്ടത്. 32 അംഗങ്ങളുണ്ട്. 32ാമത്തേത് സ്വീഡൻ, 31 ഫിൻലൻഡ്. മാർക്ക് റൂട്ടെയാണ് നിലവിലെ സെക്രട്ടറി ജനറൽ എന്നുകൂടി ഓർത്തുവെക്കുക. അടുത്തത്, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 150 ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ഏഷ്യൻ ബൗളർ ജസ്പ്രീത് ബുംറ.
സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 150 ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ഏഷ്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. അടുത്തത് നിലവിലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് നീന്തൽ താരമായ ക്രിസ്റ്റി കവൻട്രിയാണ്. നിലവിലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ക്രിസ്റ്റി കവൻട്രിയാണ്. IOCയുടെ 10ാമത്തെ പ്രസിഡന്റാണ് ക്രിസ്റ്റി കവൻട്രി. IOCയുടെ പ്രസിഡന്റാകുന്ന ആദ്യത്തെ വനിത, ഫസ്റ്റ് ആഫ്രിക്കൻ വ്യക്തി തുടങ്ങിയ പ്രത്യേകതകളൊക്കെ ക്രിസ്റ്റി കവൻട്രിക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 2025 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ദിലീപ് ദോഷി. 2025 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷിയാണ്. ദിലീപ് ദോഷി ക്രിക്കറ്റ് താരമാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 2025 പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്ര. 2025 പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര 2020ലെയും 2024ലെയും ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2020 ഗോൾഡ് മെഡലും 2024 വെള്ളി മെഡലുമാണ് നേടിയത്. ഓഗസ്റ്റ് 7 ജാവലിൻ ത്രോ ഡേ ആചരിക്കുന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്തത് തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല ഇടുക്കിയാണ്. തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല ഇടുക്കിയാണ്. ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ വ്യവസായ മന്ത്രിയായ P. രാജീവാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഏത് സംസ്ഥാനത്തെ നിയമസഭയാണ് ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കിയത്? കേരള നിയമസഭയാണ്. കേരള നിയമസഭയാണ് ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കിയത്. ആദ്യമായിട്ടാണ് ഒരു നിയമസഭ ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ ഒരു പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കിയത് കേരള നിയമസഭയാണ്. നെക്സ്റ്റ് വൺ, അടുത്തിടെ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗുവാഡ നെഗറ്റീവ്. അടുത്തിടെ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഗുവാഡ നെഗറ്റീവ് ആണ്. കണ്ടെത്തിയത് ഫ്രാൻസിലെ ശാസ്ത്രജ്ഞനാണെന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് 2025 ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളി പൂയംതിരുനാൾ ഗൗരി പാർവതിഫായി ആണ്. 2025 ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് പൂയംതിരുനാൾ ഗൗരി പാർവതിഫായി. ഏത് സർക്കാരിൻ്റെ പുരസ്കാരമാണ് ആർക്കാണ് ലഭിച്ചതെന്നും ഓർത്തിരിക്കുക. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരമാണ് മലയാളിക്കാണ് ലഭിച്ചത്, പൂയംതിരുനാൾ ഗൗരി പാർവതിഫായിക്ക്. അടുത്ത ഒരു ഇൻഡെക്സ് ആണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. 2025 ഒന്നാമതുള്ള രാജ്യം സ്വീഡൻ. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ഒന്നാമതുള്ള രാജ്യം സ്വീഡനാണ്. രണ്ടാമത് ഫിൻലൻഡ്, മൂന്നാമത് ഡെൻമാർക്ക്. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ഫസ്റ്റ് സ്വീഡൻ, സെക്കൻഡ് ഫിൻലൻഡ്, തേർഡ് ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 71. ഈ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക ഉണ്ടായിരുന്ന പുരസ്കാരം JCB പുരസ്കാരം നിർത്തലാക്കി. സമ്മാനത്തുക 25 ലക്ഷം രൂപയായിരുന്നു. ഫസ്റ്റ് പുരസ്കാരം 2018 ഒരു മലയാളിക്കാണ് ലഭിച്ചത്, ബെന്യാമിന് ജാസ്മിൻ ഡേയ്സ് എന്ന പുസ്തകത്തിന്. ബെന്യാമിന് മാത്രമല്ല വേറെ 2 മലയാളികൾക്ക് കൂടി JCB പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2020 S. ഹരീഷിന് അദ്ദേഹത്തിൻ്റെ മീശ എന്ന പുസ്തകത്തിനും 2021 M. മുകുന്ദന് ഡൽഹി ഗാഥകൾ എന്ന പുസ്തകത്തിനും. ലാസ്റ്റ് JCB പുരസ്കാരം പ്രഖ്യാപിച്ചത് 2024 ഉപമന്യു ചാറ്റർജിക്ക് അദ്ദേഹത്തിൻ്റെ ലോറൻസ് ഓഫ് സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുക, നിർത്തലാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരം JCB പുരസ്കാരമാണ്. സമ്മാനത്തുക 25 ലക്ഷം രൂപയായിരുന്നു. ഫസ്റ്റ് 2018 ബെന്യാമിനും, ലാസ്റ്റ് കിട്ടിയത് 2024 ഉപമന്യു ചാറ്റർജിക്ക് അദ്ദേഹത്തിൻ്റെ ലോറൻസ് ഓഫ് സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിന്. നെക്സ്റ്റ് 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണാവത്ത്. 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണാവത്താണ്. ഈ മത്സരത്തിൻ്റെ വേദിയും ഭാഗ്യചിഹ്നവും ഓർത്തു വെക്കുക. ന്യൂഡൽഹിയാണ് വേദി. 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം വിരാജ് എന്ന ആനയാണ്. ഇത് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഭാഗ്യചിഹ്നമായ വിരാജ് എന്ന ആനയുടെ കാല് കൃത്രിമ കാലാണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണാവത്ത്, വേദി ന്യൂഡൽഹി, ഭാഗ്യചിഹ്നം വിരാജ് എന്ന ആനയാണ്. നെക്സ്റ്റ് 2025 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. 2025 ജൂണിൽ കേരളത്തിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് വിജയിച്ചതെന്ന് ഓർക്കുക.
അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സ്റ്റേറ്റ് ബീഹാറാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സ്റ്റേറ്റ് ബീഹാറാണ്. അംഗപരിമിതർ, ഗർഭിണികൾ, വൃദ്ധരായവർ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് ഈ സംവിധാനമെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ് ബീഹാറാണ്. നെക്സ്റ്റ്, മാലിന്യം നീക്കം ചെയ്യാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിളാണ് ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിളാണ് ഹരിതവാഹിനി. ജില്ലയും കോർപ്പറേഷനും ഓർത്തുവെക്കുക: തിരുവനന്തപുരം കോർപ്പറേഷൻ. അടുത്തത്, ഡോക്ടർ ഹാർട്ട് എന്ന പുസ്തകം എഴുതിയത് കെ കുഞ്ഞാലി. ഡോക്ടർ ഹാർട്ട് എന്ന പുസ്തകം എഴുതിയത് കെ കുഞ്ഞാലിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണിതെന്ന് ഓർത്തുവെക്കുക. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഗോവ ഗവർണറായ PS ശ്രീധരൻപിള്ളയാണ്. അപ്പോൾ PS ശ്രീധരൻപിള്ളയുടെ രണ്ട് കാര്യം ഈ ക്ലാസ്സിൽ പഠിച്ചല്ലേ. അടിയന്തരാവസ്ഥ, ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻപിള്ളയാണ്. ഡോക്ടർ ഹാർട്ട് എന്ന കുഞ്ഞാലിയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് PS ശ്രീധരൻപിള്ളയാണ്. നെക്സ്റ്റ്, 2025 ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരം P മാളവികയാണ്. 2025 ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരം P മാളവിക. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ടീമിൽ ഒരു മലയാളി താരം ഇടം നേടുന്നതെന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറാണ്. ഫോർഡോ, നദൻസ്, ഇസ്ഫഹാൻ എന്നീ 3 സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവിഷൻ ചെയ്യാം. ആദ്യത്തേത്, ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം അലിയ CX-300 ആണ്. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നരേന്ദ്രമോദിയാണ്. 2025 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ്സ് മൂവ് എന്നാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ്. അടുത്തിടെ മാരക രോഗികൾക്ക് ദയാവധം നിയമവിധേയമാക്കിയത് UK ആണ്. അടുത്തിടെ സർക്കാർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന തടയുന്ന ബില്ല് അവതരിപ്പിച്ച സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്. ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് 2025 ജൂൺ 25-ന്. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ സിന്ധു. അടിയന്തരാവസ്ഥ, ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻപിള്ള. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി. 2025 ജൂണിൽ 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റ് നോർമൻ പ്രിച്ചാർഡ്. കേരളത്തിൻ്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ഭൂമി. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്. സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 150 ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ഏഷ്യൻ ബൗളർ ജസ്പ്രീത് ബുംറ. നിലവിലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ക്രിസ്റ്റി കവൻട്രി. 2025 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി. 2025 പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്ര. തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല ഇടുക്കി. ഉദ്ഘാടനം നടത്തിയത് P രാജീവ്, വ്യവസായ മന്ത്രി. പിന്നെ ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കിയത് കേരള നിയമസഭ. അടുത്തിടെ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഗവാഡ നെഗറ്റീവ്. 2025 ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളി പൂയംതിരുനാൾ ഗൗരി പാർവതി ഫായ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ഒന്നാമതുള്ള രാജ്യം സ്വീഡൻ, സെക്കൻഡ് ഫിൻലൻഡ്, തേർഡ് ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 71. JCB പുരസ്കാരം നിർത്തലാക്കി. ഫസ്റ്റ് കിട്ടിയത് ബെന്യാമിനായിരുന്നു. ലാസ്റ്റ് കിട്ടിയത് 2024 ഉപമന്യു ചാറ്റർജിക്ക്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണാവത്ത്. 2025 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സ്റ്റേറ്റ് ബീഹാർ. മാലിന്യം നീക്കം ചെയ്യാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ഹരിതവാഹിനി. ഡോക്ടർ ഹാർട്ട് എന്ന പുസ്തകം എഴുതിയത് കെ കുഞ്ഞാലി. പ്രകാശനം ചെയ്തത് PS ശ്രീധരൻപിള്ള. 2025 ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരം P മാളവിക. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അപ്പോൾ ഇത്രയും നേരം നോക്കിയ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്